ഈ വക വെടിക്കെട്ടൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നിന്റെ വീട്ടിൽ പൊട്ടിച്ചാ മതി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങള് നിന്നെ ഹരീഷിനൊന്നും പടിയടച്ച് പെണ്ണും വെച്ചിട്ടില്ല മോളെ. നിങ്ങളല്ലേ ഞങ്ങളെ തകർക്കാൻ നോക്കുന്നേ. കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കണ്ട. 10 ദിവസത്തിനകം ഇറങ്ങണമെന്നാ കളക്ടറുടെ ഓർഡർ. ആ നാണവും മാനവും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാം. ഞങ്ങൾക്ക് അതേ ഉള്ളടാ, അഭിമാനവും അന്തസ്സും. അതൊന്നും ഇതുവരെ ആരുടെ മുമ്പിലും പണയം വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആരുടെ മുമ്പിലും ഞങ്ങൾക്ക് തല ഉനിക്കേണ്ടി വന്നിട്ടില്ല. തന്ത്രപൂർവ്വം ഇത് പെരിപ്പിക്കണം. അതിനെന്താ ഒരു കുബുദ്ധി? ഒന്ന് ഹെൽപ്പ് ചെയ്യ എൻ്റെ ഭഗവാനെ. എന്റെ ഹരീഷ്, നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ ഒന്ന് പോ. ഞങ്ങൾ എങ്ങോട്ട് പോവാൻ? ഞങ്ങൾ കാലുകുത്തി നിൽക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്താ. പണ്ടിതേ നിങ്ങളുടെ വീടിന്റെ മുറ്റം തന്നെയായിരുന്നു. ഒരു ദിവസം പോലും തെറ്റാതെ കൃത്യമായി വാടക തന്ന് ഞങ്ങൾ ഇവിടെ താമസിച്ചു. എന്നിട്ടും നിങ്ങൾ ഗുണ്ടായിസം കാണിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. അതൊരുമാതിരി അപമാനിക്കുന്ന പണിയായിരുന്നു. ഞങ്ങൾ മനുഷ്യരല്ലേ? നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഇല്ലെങ്കിലും ഞങ്ങൾക്കില്ലേട അഭിമാനം. അതുകൊണ്ട് നീയും നിന്റെ അമ്മയും കൂടി എലിയെ ചുടാൻ ഇല്ലത്തിന് തീയിട്ടതുപോലെ ഈ വീട് വടിവാള് ഭാസ്കരനെ വിറ്റു. വടിവാള് ഭാസ്കരൻ്റെന്ന് 1 രൂപ പോലും അധിക ലാഭം കൊടുക്കാതെ ആ വീട് ഞങ്ങൾ അങ്ങ് വാങ്ങി. പിന്നെ നിന്റെ അമ്മയും അവനും നടത്തിയ ഗൂഢാലോചന കൊണ്ട് ആ വീട് ഞങ്ങൾക്ക് തരാൻ ഒരല്പം മടി കാണിച്ചു. തെറിക്കുത്തരം മുറിപ്പത്തല. അതുകൊണ്ട് അവൻ കാണിച്ച ഗുണ്ടായുസത്തിന് ഡബിളായിട്ട് ഞങ്ങൾ കാണിച്ചു ഗുണ്ടായുസം. മകനെ, ചട്ടിയും കലവും ആകുമ്പം തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. നമ്മളൊക്കെ കുരുട്ട് പാലയ്ക്കാ പോലെ ഇരിക്കുകയാണെങ്കിലും ബന്ധുക്കളല്ലേ. ബന്ധുക്കളോ? അതൊക്കെ കഴിഞ്ഞൊരു കാറ്റിലങ്ങ് പറന്നുപോയി വല്യമ്മേ. ഇപ്പൊ ബദ്ധ ശത്രുക്കളാ. ഇനി മുതൽ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അല്ല, നീയും ഭാര്യയും കൂടി ഈ മുറ്റത്ത് വന്ന് പടക്കം പൊട്ടിച്ച് കളിക്കുന്ന എന്തിനാ? വസ്തു ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഭാസ്കരന്റെ അടുത്തുനിന്നല്ലേ? വാസ്തവത്തില് പരാതിക്കാരൻ അയാളല്ലേ? ഭാസ്കരൻ ഞങ്ങളുടെ ബിനാമിയാടാ. ഓഹോ, അപ്പൊ ബിനാമിയെ വെച്ച് കളിച്ചത് ഞങ്ങളെ തോൽപ്പിക്കാനായിരുന്നല്ലേ? ആ കളി തോറ്റത് കൊണ്ടാണ് ഇപ്പൊ കളക്ടറെ വെച്ചുള്ള കളി. ആരാണ് ഇതിന്റെയൊക്കെ പിന്നില്? എന്തൊക്കെ ആയാലും നിന്റെ അമ്മയ്ക്കോ നിനക്കോ ഇത്രയും വലിയ സ്വാധീനം ഇല്ല. ഉണ്ടടാ. ഈ വീട് തിരിച്ച് ഞങ്ങളുടെ കയ്യിലാവുന്നവരെ ഞങ്ങൾ ഈ മത്സരം തുടർന്നുകൊണ്ടിരിക്കും. മത്സരം അങ്ങ് പടിക്ക് പുറത്തു നിന്ന് ഈ മുറ്റത്ത് നിന്ന് ഷോ കാണിച്ചാലേ ചവിട്ടി കൂട്ടും ഞാൻ. വിളിച്ചോണ്ട് പോടി ഭർത്താവനെ, ഇല്ലെങ്കിൽ ഇവനെ പെറുക്കിക്കൊണ്ട് പോനെ ചാക്കും കൊണ്ട് വരേണ്ടി വരും. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല, തുടങ്ങുന്നേ ഉള്ളൂ. വാ ഹരീഷേ.